ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ കൊച്ചിയിൽ ഭിന്നശേഷിക്കാരന് ക്രൂരമർദ്ദനമേറ്റ കേസിൽ പ്രതികൾക്കെതിരെ കാപ്പ ചുമത്തും. അമൽ, അനന്തു എന്നിവർ കൊലപാതകം, ലഹരി കേസ് അടക്കമുള്ള സംഭവങ്ങളിൽ പ്രതികളാണ്. ഒന്നാം പ്രതി സഫാനയുടെ പങ്കിനെക്കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തും. സഫാന ഉൾപ്പെടുന്ന സംഘം മുൻപും സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് സംശയിക്കുന്നത്. പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കേസിൽ 4 പേരെയാണ് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. നവമി ദിനേശ് ചേരുന്ന വിവരങ്ങളുമായി. നവമി, ഒരുപക്ഷെ ആ കേസിൻ്റെ വിഷ്വലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഓർക്കുക. വളരെ ചിരിച്ചുകൊണ്ട് കൂസലില്ലാതെ നിൽക്കുന്ന ആ പ്രതികൾ, പ്രത്യേകിച്ചും ആ പെൺകുട്ടി. എന്തായി ആ കേസിൻ്റെ ഒരു സാഹചര്യം? എന്താണ് നിലവിൽ എന്താണ് പറയുന്നത് പോലീസ്? എൽദോ പറഞ്ഞത് ശരിയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പെൺകുട്ടിയായിട്ടുള്ള സഫാനയുടെ റീൽസാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ അതിമനോഹരമായിട്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ക്യാപ്ഷനൊക്കെ ഇട്ട് കാണിക്കുന്നത്. പക്ഷേ കൊടും ക്രിമിനലാണ് ആ പെൺകുട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാപ്പ ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം. 3 പ്രതികളെയാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് പനമ്പള്ളിയിലെ ലോഡ്ജിലേക്ക് ഈ പെൺകുട്ടി ഈ ഭിന്നശേഷിക്കാരനായ യുവാവിനെ വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ഈ അനന്തു, അമൽ എന്നീ 2 യുവാക്കളും ഉണ്ടായിരുന്നു. അവരിൽ നിന്നും ക്രൂരമായ മർദ്ദനമാണ് ഈ യുവാവിനേറ്റത്. ഈ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടണമെന്ന് നിർബന്ധിച്ചു. അതിനുശേഷം അത് ഷൂട്ട് ചെയ്യാനും അവർ തീരുമാനിച്ചു. ഇത് വിസമ്മതിച്ചതോടുകൂടിയാണ് ഈ യുവാവിന് ക്രൂരമായിട്ടുള്ള മർദ്ദനമേൽക്കുകയും പിന്നീട് കടവന്ത്ര പോലീസിന് ഈ പരാതി നൽകുകയും ഒക്കെ ചെയ്തത്. പോലീസ് ഇവരെ 3 പേരെ പിടികൂടുകയും ചെയ്തു. ഇവരുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം പോലീസ് പരിശോധിച്ചപ്പോൾ തന്നെ മനസ്സിലായി. മറ്റ് പല കേസുകളിലും ഇവർ പ്രതികളായിട്ടുണ്ട്. അതിൽ അമലും അനന്തു കൊലപാതകം, ലഹരി അടക്കമുള്ള കേസുകളിലെ പ്രതിയാണ്. ഒപ്പം തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള സഫാനയും സമാനമായ കുറ്റകൃത്യം മുൻപും ചെയ്തിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത്. എന്തായാലും 3 പേരും ഇപ്പോൾ റിമാൻഡിലാണ്. കോടതി കഴിഞ്ഞ ദിവസം ഇവരെ റിമാൻഡ് ചെയ്തിരുന്നു. കസ്റ്റഡി അപേക്ഷ നൽകി. ഇവരെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. സമാനമായ രീതിയിൽ മറ്റേതെങ്കിലും യുവാക്കൾക്ക് ഇങ്ങനെ ക്രൂരമർദ്ദനമേറ്റിരുന്നോ അല്ലെങ്കിൽ അവരെയും ഇത്തരത്തിൽ ഹണി ട്രാപ്പിന് കൊടുക്കുന്നതിന് വേണ്ടി ഈ സംഘം ശ്രമിച്ചിരുന്നോ എന്നതൊക്കെയായിരിക്കും പോലീസ് പരിശോധിക്കുക. മുമ്പും ഇതുപോലെ ഇരയാക്കപ്പെട്ട ഏതെങ്കിലും യുവാക്കളുണ്ടോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇവരെ 3 പേരെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനായി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പിടിയിലായ 3 പേരും നിസ്സാരക്കാരല്ല. ക്രിമിനൽ ഉള്ള ആളുകളാണ്. സമാനമായ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാപ്പ ചുമത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. എൽദോ റൈറ്റ്, നവമി സൂചിപ്പിച്ചതുപോലെ ചില്ലറക്കാരല്ല, ആ ചിരിയിൽ ഒക്കെ കാണുന്ന ആളുകളല്ല.